പുണ്യം എനിക്ക് കിട്ടിയാൽ പുണ്യം എന്റെ ഊണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോ ചെയ്യുന്ന ആളുകൾക്ക് പൂജ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. പ്രയോജനം ഉണ്ടെങ്കിൽ ഈ നിലവിളിച്ചോണ്ട് നടക്കുവോ? ആ പൂജ ചെയ്യുന്ന ആളെ മാത്രം രക്ഷിച്ചോണ്ടിരിക്കുകയല്ലേ. അവിടെ ചെന്ന് പൈസ കൊടുക്കുന്നവർക്ക് വല്ല രക്ഷയും കിട്ടുന്നുണ്ടോ? ഒറിജിനൽ കാളിക്ക് പോലും ഇപ്പൊ സംശയമായി തുടങ്ങി. ഇതൊക്കെയും കാളികളാണോ? മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഈശ്വരൻ മാത്രം. കാലം തന്നെയാണ് ദൈവം, അല്ലെ ഈശ്വരൻ. ആ കാലം ഓരോന്നിനും ഓരോ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കും. നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു രീതി. കാരണം ഇനി വരുന്ന തലമുറകൾ നമുക്കിപ്പോൾ വായു പോലും ശരിക്കുള്ള വായു കിട്ടുന്നില്ല, അല്ലേ? എല്ലാവരും പറയും ഭയങ്കര സഫക്കേഷൻ. വാഹനങ്ങളുടെ ഒരുപാട് കൂടുതലായി, അന്തരീക്ഷം വളരെ മോശമായി, നമുക്ക് വായു കിട്ടാനില്ല. വൃക്ഷങ്ങളൊന്നും കുറവാണ്, അഥവാ ഉള്ളത് തന്നെയൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അന്തരീക്ഷം, കാലാവസ്ഥയുടെ വ്യതിയാനം അത് മാറ്റിയെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് പോകണം. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ വീഡിയോയുടെ അടിയിലാണെങ്കിൽ പോലും വരാൻ പോകുന്ന ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു സിദ്ധിയുള്ള ആളുകളൊക്കെ അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റേണ്ടത്? സിദ്ധി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രകൃതി സിദ്ധി ഉണ്ടായാല് സിദ്ധിച്ചതല്ല. അമ്മ പ്രത്യേകിച്ച് കുഞ്ഞിനോട് പറഞ്ഞുതരാം. എനിക്ക് സിദ്ധി നേടിയതോ ഞാൻ പഠിച്ചെടുത്തതോ ഒന്നും അല്ല ഉണ്ണി. നിങ്ങളെ മാതിരിയുള്ള ഒരു കുഞ്ഞ്, നിങ്ങളെപ്പോലെ തന്നെ വീട്ടിൽ ജനിച്ച് വളർന്നു വന്ന ആളാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇപ്പോൾ പറഞ്ഞുവല്ലോ മോനു, നമുക്ക് ചെയ്തു തീർക്കാൻ അനേകം കാര്യങ്ങളുണ്ട്. അനേകം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിലാണ് ആൾക്കാരിപ്പോൾ ഇവിടെ ഒത്തിരി പേര് വരുന്നത്. അവർ നേടിക്കൊണ്ടുപോകുന്നുണ്ട്. അവരോട് ചോദിക്കണം എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് പോയി നേടിയതെന്ന്. വളരെ നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ നേടുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നെങ്കിൽ, ഇത്രയും നേരത്തെ അമ്മ കുറേ കൂടെ നേരത്തെ ഒന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു എല്ലാവർക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നേടുന്നവരെ അവരിന്നത് നേടിക്കൊണ്ടുപോയി അങ്ങനെ പറയുകയാണെങ്കിൽ ആദ്യകാലം മുതൽ ശക്തിക്ക് ഇഷ്ടംപോലെ കഥകളില്ലേ പറയാൻ. ഇങ്ങനെ നേടിക്കൊടുത്തു, അങ്ങനെ നേടിക്കൊടുത്തു എന്ന് പറയാം. അങ്ങനെ കഥകൾ പറയണ്ടല്ലോ, അനുഭവിച്ചറിയാന്ന് പറയാം. രുചിച്ചറിയുക, അനുഭവിച്ചറിയുക. അത് ദൈവികതയായി ഈശ്വരീയത എന്ന് പറയുന്നത് അതാവും. ഞാൻ മനസ്സിലായില്ലേ? നമുക്ക് അമ്മയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. നമുക്ക് ഇപ്പോൾ ഓരോരുത്തർ ഉണ്ണി പറയുന്നുണ്ട്, അർഹിക്കുന്ന അവജ്ഞയോട് അത് കളയുക. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നിങ്ങളുടെ എന്താ കമൻറ്റോ അങ്ങനെയൊക്കെ, അത് അർഹിക്കുന്ന അവജ്ഞയോടെ കളയുക. എന്നിട്ട് ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു, അമ്മയുടെ 1-2 വീഡിയോകളെങ്കിലും നമുക്കിതിൽ നോക്കാം, അതെങ്കിലും കുറച്ച് മനസ്സിലാക്കട്ടെ ആൾക്കാർ. നമ്മൾ എന്താ വേണ്ടേ? അറിയാത്തവരെ നമ്മൾ ചൊറിയിച്ചറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അറിയണം എന്നുള്ള ആഗ്രഹത്തോടും ആ ത്വരയോടും കൂടെ വരുന്നവരെ മാത്രമല്ലേ ഈശ്വരീയത, ദൈവീയത കൈക്കൊള്ളുള്ളൂ. പക്ഷെ അറിയണം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ കൂടുതലും അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നങ്ങൾ തീർക്കാൻ. ആ പ്രശ്നമാണ് മോനെ പ്രശ്നങ്ങളായി തീരുകയാണ്. ഒന്നിൽ നിന്നും വേറൊരു പ്രശ്നം, വേറൊന്നിൽ നിന്നും വേറൊരു പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി തീർന്നുകൊണ്ടേ വരികയാണ് ഓരോരുത്തർ. ഒന്ന് ഉദാഹരണം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തോന്നിയ മാതിരി, കാരണം ചിലർക്ക് പൊള്ളുന്നുണ്ട് ഇതൊക്കെ. കാരണം ഫോറിനിലൊക്കെ ഇരിക്കുന്നവർ ഒത്തിരി പേര് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ അവിടെ തന്നെ ഇന്ന ക്ഷേത്രങ്ങളിൽ സ്ഥിരം പോകുന്നവരാണ്, ഇന്ന ആൾക്കാരെ പ്രത്യേകിച്ച് കാണുന്നവരാണ്, അല്ലെങ്കിൽ ഇന്ന ഗുരുക്കന്മാർ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ ഈ സമ്പത്ത് അങ്ങോട്ട് അവരിലേക്ക് ഒഴുകി പോവുക എന്നല്ലാതെ ഞങ്ങൾക്കൊരു നേട്ടം കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താവും? ഉണ്ണി എൻ്റെ ഊണാണെന്ന് വിചാരിക്കുക, അല്ലേ? ഉണ്ണിയെ എനിക്ക് കിട്ടിയാൽ ഉണ്ണി എൻ്റെ ഊണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്ഷിക്കുക, അയാളെ കൊണ്ട് ഉപകാരപ്പെടുത്തുക. അതെ, അയാളെ കൊണ്ട് ഞാൻ ഭക്ഷിക്കുക. ഇപ്പം മന്ത്രങ്ങൾ ചൊല്ലുന്നവരെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു ഹോമം നടത്തി, ഒരു വീട്ടിലൊരു ഹോമം നടത്തുകയാണ്. ഈ മന്ത്രം മലയാളത്തിലാണ് ചൊല്ലുന്നതെങ്കിലും സംസ്കൃതത്തിലാണ് ചൊല്ലുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ്? മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം, ആണല്ലോ? അതിൽ തർക്കമുണ്ടോ? ഇല്ല. അപ്പം മനനം ചെയ്യുന്നത് ആരാ? ചെയ്യുന്ന കർമ്മിയാണ് ചെയ്യുന്നത്. ആ കർമ്മിക്കാണ് ആ രക്ഷ കിട്ടുന്നത്. അപ്പോ ചെയ്യുന്ന ആളുകൾക്ക് പൂജ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. പ്രയോജനം ഉണ്ടെങ്കിൽ ഈ നിലവിളിച്ചോണ്ട് നടക്കുവോ? അപ്പൊ പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്?
എന്താ ചെയ്യേണ്ടിയിരുന്നത്? സ്വന്തമായിട്ട് അവരെയും കൂടെ ഉൾപ്പെടുത്തുക അല്ലേ? തനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിൽ നിങ്ങളെ കൂടെ ഭാഗവാക്കാകുക. നിങ്ങളും കൂടെ ഇത് ചൊല്ലൂ, നിങ്ങൾക്ക് ഇത് ഗുണം വരട്ടെ. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ആ രീതിയിലാണ് ദൈവികതയെ അല്ലെങ്കിൽ ഈശ്വരീയതയെ മനസ്സിലാക്കിച്ചു വെച്ചു കൊടുത്തത്. അപ്പോ 25,000, 50,000, 1,00,000 ഒക്കെ കൊടുത്ത് പൂജ ചെയ്യുന്ന ആളുകൾക്ക് ആ പൂജ കൊണ്ട് ഒരു പ്രയോജനം എവിടെ പ്രയോജനം ഉണ്ടാകുക? പൂജ ഇപ്പോ രാഹുൽ പൂജാരിയാണ്. രാഹുൽ എൻ്റെ അടുത്ത് എന്നെ സമീപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യം പറഞ്ഞു രാഹുൽ പൂജാരിയെ കാണൂ. അപ്പോൾ അദ്ദേഹം ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ആ ചാർട്ടിനനുസരിച്ചിട്ട് പൂജകളെല്ലാം ഏർപ്പാട് ചെയ്ത് പൂജ ചെയ്യുന്നുണ്ട്. ആ മന്ത്രത്തിൻ്റെ ത്രിദേവത എന്ന് പറയുന്നത് ആ ചെയ്യുന്ന ആൾക്കും മന്ത്രത്തിൻ്റെ ദേവതയ്ക്കും മാത്രമേ അറിയാവുള്ളൂ. ദേവതയോട് പറയുന്നത് എന്താണ്? മന്ത്രം. ഞാൻ നിനക്കായിട്ട് ഇതെല്ലാം അർപ്പിക്കുന്നു, എന്നെ രക്ഷിക്കൂ, എനിക്ക് വേണ്ടുന്നത് തരൂ. ക്ഷേത്രങ്ങളിലെല്ലാം ഇരിക്കുന്ന ശക്തികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ആ പൂജ ചെയ്യുന്ന ആളെ മാത്രം രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ചെന്ന് പൈസ കൊടുക്കുന്നവർക്ക് വല്ല രക്ഷയും കിട്ടുന്നുണ്ടോ? അങ്ങനത്തെ ഒരു നിലവിളിയാണ് ഇവിടെ കേൾക്കുന്നത്. എൻ്റെ അടുത്ത് വരുന്നവരെല്ലാവരും കണ്ണീരോടെ പറയുന്ന ഒരു വാക്ക് ഇതാണ്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്? അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഗുണം അവർക്കും കുറച്ചെങ്കിലും കിട്ടില്ലേ? ആണോ? അപ്പൊ ചോദിക്കും, ദൈവങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ? ദൈവങ്ങൾക്ക് എന്താ മനസ്സിലാക്കിക്കൂടെ? ചോദ്യങ്ങൾ ഇങ്ങനെയാ വരിക. ദൈവങ്ങളെ മനസ്സിലാക്കാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും നിറഞ്ഞു നിൽക്കുന്ന ദൈവങ്ങളെ മനസ്സിലാക്കാൻ വേറൊരാളിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ പൂർവികരെ കുറ്റപ്പെടുത്താം നമുക്ക്, അവർ കൈമാറി വന്നതിൻ്റെ ദോഷം. കാരണം അന്നൊന്നും മന്ത്രങ്ങളില്ലല്ലോ കുഞ്ഞെ. മനനം ചെയ്ത് അവരെ വിളിക്കാൻ, വീണ്ടും വീണ്ടും അറിഞ്ഞ് നിങ്ങളെ എന്നെ വിളിക്കാൻ മന്ത്രങ്ങളില്ല. അപ്പൂപ്പനെന്നോ അമ്മുമ്മയെന്നോ പഴയ കാരണം നിങ്ങൾ ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ എന്താ അത് സമ്പ്രദായങ്ങൾ. ഈ സമ്പ്രദായങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായതാ. പല സമ്പ്രദായങ്ങളും എന്താ പറയുക, നമ്മുടെ ശങ്കരാചാര്യര് ആണ് പോയിട്ട് കുറെ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കി. ആ സമ്പ്രദായങ്ങൾ ഇപ്പൊ നിലനിന്ന് പോകുന്നുണ്ടോ? പലതായിട്ട് വിഭജിച്ചില്ലേ? വീണ്ടും അനേകമായിട്ട് വിഭജിച്ചിട്ട് എന്താ ചെയ്തത്? ഈ സമ്പ്രദായങ്ങളൊക്കെ വിളമ്പി വെച്ച ആൾക്കാരെല്ലാം മൃഷ്ടാനം കഴിക്കണമെന്നല്ലാതെ അതിലേക്ക് അടിയിലേക്ക് പോയാൽ അവർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? സാമാന്യ ജനത്തിന് ഇല്ല. ആദ്യകാലം എനിക്ക് എന്നിലേക്ക് വന്നെത്തിയ മക്കൾക്ക് ആദ്യം മുതൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വയം വിളിക്കേ. എവിടെ ഇരുന്ന് വിളിച്ചാലും വരുന്ന ആളിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ആണോ? നിങ്ങളെ രക്ഷിക്കുന്ന ആളിനെ മാത്രമേ നിങ്ങൾ രക്ഷയായി കൈക്കൊള്ളാൻ പാടുള്ളൂ. ഇയാളാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും? അനുഭവിച്ചറിയണം. അനുഭവത്തിലൂടെയാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയാം. ഹൈന്ദവതയില് 33,000 കോടി ദൈവങ്ങളുടെ കണക്കുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ദേവതകളെ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട്. ഇത്രയും ദേവതകളെ അനുഭവിച്ചില്ലെങ്കിലും ഒരു ദേവതേനെങ്കിലും അനുഭവിക്കാൻ അറിയണമല്ലോ. ലോകം മുഴുവനും മാതാവും പിതാവും ഉണ്ട്. അനേകം എല്ലാ മനുഷ്യന്മാരും മാതാപിതാക്കളാണല്ലോ. ഈ എല്ലാവരെയും കൂട്ടത്തോടെ വിളിച്ചാൽ എല്ലാവരും വരുമോ? ഒരേ പേരിട്ട് വിളിക്കണം അല്ലേ? ഒരാളെ ഒരേ പേരിട്ട് വിളിച്ചാൽ ആ പേരിൽ. അപ്പോൾ ചോദിക്കുക 1008 നാമങ്ങളില്ലേ? 1008 നാമങ്ങളും ചൊല്ലി നോക്കൂ. ഒരാളുടെ നാമങ്ങളല്ലേ ഈ 1008? ഓരോരുത്തർക്കും 1008 ഇങ്ങനെ വിഭജിച്ചു കൊടുത്തിട്ടില്ലേ? കാളിക്ക് തന്നെ അനേകം നാമധേയല്ലേ? കാളി എത്ര കാളിയാക്കി ഇപ്പോൾ? കാളികളുടെ എണ്ണം അറിയാൻ വയ്യാത്ത വിധത്തിലാക്കി. ഒറിജിനൽ കാളിക്ക് പോലും ഇപ്പൊ സംശയമായി തുടങ്ങി. ഇതൊക്കെയും കാളികളാണോ എന്ന് സംശയമായി തുടങ്ങി. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നിനക്ക് എന്താണോ കാണേണ്ടത്, നീ എങ്ങനെയാണോ എന്നെ അറിയുന്നത്, ആ തരത്തിലായിത്തരാം എന്ന് ആദ്യം മുതലേ അങ്ങോട്ട് കയ്യിൽ കൊടുത്തു, വാക്ക് കൊടുത്തു. ആ വാക്കിനനുസരിച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ശക്തി. ഇപ്പൊ ശക്തിക്ക് മനസ്സിലായി തുടങ്ങി, അയ്യോ ഇതൊക്കെ ചെയ്തിട്ടും ഇവനൊന്നും നന്നാവണില്ലല്ലോ, ഒക്കെ വീണ്ടും വീണ്ടും നശിച്ചു പോകണല്ലേ ഉള്ളൂ. അപ്പൊ എന്താക്കും? ഇനി അങ്ങനെയൊന്നും വേണ്ട, ഇനി അടുത്തൊരു രീതി നോക്കാം എന്ന് ചിന്തിക്കില്ലേ? പ്രകൃതി അതാണ് പ്രകൃതി. പ്രകൃതി എന്തുകൊണ്ടാണ്? അത് തന്നെയാണ് പ്രകൃതി. പ്രകൃതി ഇപ്പൊ നേരത്തെ കുഞ്ഞ് ചോദിച്ചില്ലേ, പ്രകൃതിയുടെ ഓരോരോ രീതികള് മാറുന്നത്, പ്രകൃതിയുടെ ഭാവം മാറുന്നുണ്ട്.
രൂപം മാറുന്നുണ്ട്, രീതി മാറുന്നുണ്ട്, അല്ലേ? കലിതുള്ളിയൊരു പ്രകൃതിയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കലി തുള്ളണേ? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണല്ലോ കലി തുള്ളണേ. അപ്പം നമ്മുടെ അമ്മമാർ തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷമാണ്, മോശം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കലി വരില്ലേ? അപ്പോൾ അവർ ശാസിക്കും, ശിക്ഷിക്കും എന്ന് പറഞ്ഞ പോലെ പ്രകൃതി. അപ്പോൾ പ്രകൃതിക്ക് തന്നെ ഇതെല്ലാം ആയി തീരാൻ കഴിയും. പ്രകൃതി എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, അതിനൊക്കെ നമുക്ക് ഉത്തരം തരുന്നുണ്ട്. അപ്പൊ പ്രകൃതി ഒരു കാളി സ്വരൂപത്തിലാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? കാളിയാകാം, മറ്റെന്തെങ്കിലും ആകാം. പ്രകൃതിക്ക് അനേകം രൂപഭാഗങ്ങളില്ലേ കുഞ്ഞെ, അല്ലേ? ഇപ്പൊ രാവിലെ ചെറിയ കുഞ്ഞായിട്ട് കാണാം, ഉച്ചയ്ക്ക് യൗവനയുക്തയായ സുന്ദരിയായ ഒരു എന്താ പറയുക ചെറുപ്പക്കാരിയായിട്ട് കാണാം, വൈകുന്നേരം മുത്തശ്ശിയായിട്ട് കാണാം എന്നൊക്കെ പറയും പോലെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും കാണാമല്ലോ. ജൈവികതയെ പഠിച്ചാലും 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 തീരില്ല പോലും. അതായത് ഋഷീശ്വരന്മാർ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഒരു തരം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്താ പറയുക വിഭ്രാന്തിയിലേക്ക് വരും. അത്രമാത്രം രീതിയാണ് ദൈവികതയെക്കുറിച്ച് പഠിക്കുക, ഈശ്വരീയതയെക്കുറിച്ച് പഠിക്കാൻ. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്താണ്? പരിഹാരം ഈശ്വരൻ മാത്രം. സകല പ്രശ്നത്തിനും പരിഹാരം ഈശ്വരനാണ്, ഈശ്വരീയതയാണ്. ആ ഈശ്വരീയത നമ്മളിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരിൽ തന്നെയുണ്ട്. ആ പൂർവികരിൽ നിന്ന് നമ്മളിലേക്ക് എത്തിച്ചേർത്തതിന് ശേഷം അതിനെ നമ്മൾ കൈനീട്ടി വാങ്ങുക നമ്മളിൽ തന്നെ ഉണ്ടാവും. ആളുകളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ പണമില്ലാത്തതാകാം പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാകാം. കുഞ്ഞാ, ഇത് കാലം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കാലം തന്നെയാണ് ദൈവം, അല്ലെ ഈശ്വരൻ. ആ കാലം ഓരോന്നിനും ഓരോന്നിനും ഓരോ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കും. പരിഹാരവും കാലം തന്നെ ഉണ്ടാക്കി കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും കാലം തന്നെ തെളിയിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നും ചോദിക്കട്ടെ. കുഞ്ഞിന്റെ ശരീരം ഇപ്പൊ ഓരോ സ്ഥലത്ത് കൊടുക്കുകയാണ്. കൈ ഒരിടത്ത് കൊടുത്തു, കാലൊരിടത്ത് കൊടുത്തു, കണ്ണൊരിടത്ത് കൊടുത്തു. ഓരോരുത്തരെ സഹായിക്കാനെന്ന് വെച്ചോളൂ. ഇപ്പൊ ഈശ്വരീയത എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവികത എങ്ങനെയാണ്? ഇപ്പൊ ഒരു കൈ എന്ന് പറയുന്നത് വിഷ്ണുവാണ്, ഒരു കാലെന്ന് പറയുന്നത് ശിവനാണ്, ഒരു കണ്ണെന്ന് പറയുന്നത് ഗണേശനാണ് അല്ലെങ്കിൽ മുരുകനാണ് എന്ന് പറഞ്ഞ പോലെ ശരീരഭാഗങ്ങൾ ശക്തിയാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കുക രക്ഷപ്പെടാൻ വേണ്ടി. കൊടുത്തു കുറെ കാലങ്ങൾ കഴിയുമ്പോൾ അവരും രക്ഷപ്പെടണില്ല, ഈ ശക്തിയോട്ട് രക്ഷപ്പെടണമില്ല. അപ്പൊ എന്താ ചെയ്യും? രാഹുൽ എന്ന പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന രാഹുൽ, ആ രാഹുൽ എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. അതുപോലെ എന്താ തിരിച്ചെടുക്കാൻ വയ്യാന്നുണ്ടോ പ്രപഞ്ചത്തിന്? അങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാവും. കാരണം അവിടെ കൺട്രോൾ ചെയ്യാൻ ആളില്ല. ഇപ്പം മോൻ പറഞ്ഞതുപോലെ ദുരിതങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതൊന്ന് കൺട്രോൾ ചെയ്യാനോ അതിനെ നേരായ മാർഗത്തിൽ നടത്താനോ അവിടെ ആളില്ല. ഒരു ക്ലാസ്സിൽ കുട്ടികൾ നിറയെ ഉണ്ട്, ടീച്ചർ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഈശ്വരനാണോ? ഈശ്വരന്റെ കൺട്രോൾ ഇല്ലെങ്കിൽ ലോകമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം ഈശ്വരൻ സൃഷ്ടിക്കുന്നതല്ലേ? എല്ലാം ഈശ്വരൻ സൃഷ്ടിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വിദേശികൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാം അവനവൻ ചെയ്യുന്നതൊക്കെ ഈശ്വരനിൽ പഴിവെക്കാൻ പാടുണ്ടോ? പ്രകൃതി ഈശ്വരനാണ്, അല്ലേ? നമുക്ക് തരുന്നു, വായു തരുന്നുണ്ട്, ജലം തരുന്നുണ്ട്, വെളിച്ചം തരുന്നുണ്ട്, നമുക്ക് നിന്ന് ചവിട്ടി നിൽക്കാനുള്ള മണ്ണുണ്ട്, ആകാശത്തിൽ നിന്ന് മഴയായി നമുക്ക് ജലം തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സംരക്ഷിക്കുകയല്ലേ? പകരം നമ്മൾ എന്താ ചെയ്യണേ? വായുവിനെ നശിപ്പിക്കുക, ദൂഷിതമാക്കുക, അല്ലേ? വാഹനങ്ങളായാലും മറ്റ് വ്യവസായങ്ങളായാലും കണ്ടുപിടുത്തങ്ങളായാലും ഒന്നുമില്ല. സിമന്റ് കെട്ടിടങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ ടാറ് വരികയാണ്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്താവും? പുകയുണ്ടാവും. ആ പുക എവിടേക്ക് പോകും? ശുദ്ധമായ വായുവിനെ അശുദ്ധമാക്കും, അല്ലേ? അതേപോലെ ജലം, ശുദ്ധമായ ജലത്തെ അശുദ്ധമാക്കും, ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും എടുക്കുന്ന നമ്മുടെ ശരീരം എന്തായിത്തീരും? അശുദ്ധമാവും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവികത, നമ്മളിലുള്ള ദൈവികത എന്തായിത്തീരുകയാണ്? അശുദ്ധമാവും.
അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരിക്കാനായിട്ട് എന്തായാലും ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേതെങ്കിലും രൂപത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും ശുദ്ധീകരിക്കാൻ. അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ശുദ്ധീകരണം എന്ന് പറയുന്നത് യാഗങ്ങളാണ്. ആദ്യകാലം മുതൽ ഋഷിമുനിമാർക്ക് പകർന്നു കൊടുത്ത യാഗങ്ങൾ. ആ കാലഘട്ടത്തിൽ വനാന്തരങ്ങളിൽ അവർ യാഗങ്ങൾ നടത്തിയിരുന്നു. ആ യാഗങ്ങൾ എന്ന് പറയുന്നത് വനങ്ങളിൽ നിന്നും കിട്ടുന്ന നല്ല വിഭവങ്ങൾ. അത് എന്താ വെച്ചാൽ പെസ്റ്റിസൈഡൊന്നും അടിച്ചിട്ട് വരുന്നതല്ലല്ലോ, വിഷമൊന്നും അടിച്ചു വരുന്നതല്ലല്ലോ. വനങ്ങളിൽ സുന്ദരമായിട്ട് കിട്ടുന്ന നല്ല സാധനങ്ങൾ, പഴവർഗ്ഗങ്ങളാകട്ടെ സുഗന്ധദ്രവ്യങ്ങളാകട്ടെ, അതെടുത്തിട്ട് അവർ യാഗങ്ങൾ നടത്തും. അപ്പോൾ അത് പങ്കെടുക്കുന്ന ഉൾക്കൊള്ളുന്ന പ്രകൃതി എന്തായിരിക്കും? വീണ്ടും യൗവനത്തിലേക്ക് വരും അല്ലേ? വീണ്ടും നല്ല ശ്വാസം കൊടുക്കും, വീണ്ടും നല്ല മഴയെ കൊടുക്കും, നല്ല ജലത്തെ കൊടുക്കും. അങ്ങനെയായിരുന്നു. ഋതുക്കൾ പോലും ആ രീതിയിലായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ ഏറെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇനിയുള്ള തലമുറ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്രയും ദൂഷിതമായത്, നമുക്ക് ശ്വസിക്കുന്ന ശ്വാസത്തിലേക്ക് എന്തുമാത്രം അണുക്കളാണ് കടന്നു പോകുന്നത്. ഈ അണുക്കളെയൊക്കെയും മാറ്റിയെടുക്കാൻ പോകുന്ന ധാരാളം വൃക്ഷലതാദികൾ ഭൂമിയിലുണ്ടായിരുന്നു. അതിന്നുണ്ടോ? ഇല്ല. ഇല്ല. ഇപ്പോൾ ആലുണ്ടെങ്കിൽ ഉടനെ വെട്ടി മാറ്റും, അരശുണ്ടെങ്കിൽ എല്ലാം മാറ്റും. എന്തായാലും 4 പാമരങ്ങളെന്നാണ് പറയുക: ആല്, അരശ്, അത്തി, ഇത്തി. ഈ പാമരങ്ങൾ അല്ലേ, അവ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ശ്വാസത്തിൻ്റെ ഭയങ്കര വ്യത്യാസം. പോരാത്തതിന് പാല, എവിടെയെങ്കിലും പാലയെ കണ്ട ഉടനെ അവിടെ യക്ഷിയുണ്ടെന്ന് പറഞ്ഞാൽ വെട്ടിമുറി. പാല ശുദ്ധീകരണം നടത്തുന്ന വലിയൊരു വൃക്ഷമാണ്. എല്ലാ രോഗാണുക്കളെയും അത് ആഗിരണം ചെയ്യും. പ്രകൃതിയെ തന്നെ ശുദ്ധമാക്കുന്ന ഒരു സാധനമാണ് പാല. അതിനെ യക്ഷിയായി ചിത്രീകരിച്ച് അതിനെയും കൂടെ